ശബരിമല പാതയിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം വന്നിരിക്കുകയാണ്. എരുമേലിയിൽ അയ്യപ്പ ഭക്തരുടെ വാഹനം തടയുന്നു. കൊരട്ടിപ്പാലം വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. എരുമേലി കൊരട്ടിപ്പാലത്തിന് സമീപത്തു നിന്നും നമ്മുടെ പ്രതിനിധി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണവും ഗതാഗത കുരുക്കുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ. വാഹനങ്ങളുടെ നീണ്ട ക്യൂ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് കൊരട്ടിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കൃത്യമായി വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇവിടങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ എരുമേലിക്ക് ഇപ്പുറത്തുള്ള ഒരു നിയന്ത്രണം നടത്തുന്ന ആദ്യ മേഖലയാണ് ഈ കൊരട്ടിപ്പാലം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ തടയുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. അതായത് നിലയ്ക്കലിൽ നിന്ന് ഇപ്പോൾ എരുമേലി പിന്നിട്ടിട്ടും ഈ ക്യൂ നിൽക്കുന്നു എന്നുള്ളതാണ്. പലയിടങ്ങളിലും ഇത്തരത്തിൽ അവിടെ പല ചെക്ക് പോസ്റ്റുകളുണ്ട്. ആ ചെക്ക് പോസ്റ്റുകളെല്ലാം വാഹനം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവിടെയും വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു സ്ഥിതിവിശേഷം തുടർന്നു വന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോലീസുകാരുടെ എണ്ണമാണ്. പോലീസുകാരുടെ എണ്ണം അടക്കം ഇവിടങ്ങളിലെല്ലാം വളരെ കുറവാണ് എന്നുള്ള കാര്യം തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ വാഹനം നിയന്ത്രിക്കുന്ന ഇവിടെ ഒരേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനേ ഉള്ളൂ. ഒപ്പം തന്നെ മറ്റേ രണ്ട് വളണ്ടിയേഴ്സ്, ഒരേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പിന്നെ രണ്ട് വളണ്ടിയേഴ്സ് മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. അപ്പോൾ വലിയ രീതിയിലുള്ള ക്യൂ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മണിക്കൂറുകളോളം ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരുമ്പോൾ ഭക്തരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും അവരെ നിയന്ത്രിക്കാനുള്ള വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കൊരട്ടിപ്പാലത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ മേഖലയിലടക്കം നീണ്ട വാഹനങ്ങളുടെ നീണ്ട ക്യൂ നിന്നിരുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നുമെല്ലാം എത്തിയിട്ടുള്ള ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ രാത്രി മുഴുവൻ ഈ മേഖലകളിലെല്ലാം തന്നെ പിടിച്ചിട്ടിരിക്കുകയാണ്. വളരെ വളരെ കുറഞ്ഞ സമയം മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ. അത്രയ്ക്ക് വലിയ രീതിയിലുള്ള ക്യൂ ഇവിടങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു പേട്ടതുള്ളൽ സമയങ്ങളിലെല്ലാം പേട്ടതുള്ളലിന് വേണ്ടി എരുമേലിയിൽ വലിയ രീതിയിലുള്ള ബ്ലോക്ക് അനുഭവപ്പെടുമ്പോൾ മാത്രമാണ് ഈ മേഖലയിൽ വാഹനങ്ങൾ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴുള്ളത് ഈ പേട്ടതുള്ളുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിരക്കല്ല. പകരം നിലയ്ക്കലിലെയും പമ്പയിലുമെല്ലാം തുടരുന്ന ആ ഒരു തിരക്കിൻ്റെ ഭാഗമായി എരുമേലിയിലും ഇത്തരത്തിലുള്ള വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചില പ്രതികരണങ്ങളിലേക്ക് നമുക്ക് നീങ്ങാമെന്ന് കരുതുന്നു. എപ്പോഴാണ് വന്നിരിക്കുന്നതാണ് ഇവിടെ? ഞങ്ങൾ രാവിലെ ഒരു 2 മണിക്ക് നമ്മൾ കടപ്പട്ടൂരിന് പോകുന്നുണ്ട്. വെറുതെ അവിടെ അങ്ങനെ ബ്ലോക്കാണ് നിർത്തി അവിടെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിയൊക്കെ അടക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ടോ? ഇവിടെ അതൊക്കെ ഇവിടെ ഉണ്ടോ? നമ്മളെ നിലയ്ക്കൽ കൊല്ലം അവിടെ പോയിട്ട് കുളി കഴിഞ്ഞു. ഇന്ന് രാവിലെ നമ്മൾ നിലയ്ക്കലെത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ? ഞങ്ങളെ കണക്കിന് ഞങ്ങൾ 8 മണിക്ക് ഞങ്ങൾ പമ്പയിൽ നിന്ന് കയറണം. സാധാരണ ഞങ്ങൾ എല്ലാ കൊല്ലം അങ്ങനെ കയറില്ല. പക്ഷേ ഇത് എവിടെ എത്തിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ സമയം നല്ല തിരക്കാണ്. നമ്മൾ വന്നിട്ട് ഏറ്റവും നല്ല തിരക്കുന്ന കാണുന്നത്. നല്ല തിരക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തിരക്ക് കണ്ടപ്പോൾ യാത്ര ഒന്ന് മാറ്റി വെച്ചായിരുന്നോ? അങ്ങനെ നമ്മൾ പോകുന്നത് ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഇതിന് മേലെ ഒരു 20 കിലോമീറ്റർ ബാക്കിൽ പിടിച്ചിട്ടിട്ട് പോരുന്നത്. അവിടെ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് പിടിച്ചിട്ടു അവിടെ പോരുന്നത്. ഇനിയിപ്പോൾ അവിടേക്ക് എന്താണെന്ന് അറിയില്ല. കയറി നോക്കട്ടെ. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ വിമർശനവുമെല്ലാം ഹൈക്കോടതിയുടെ ഭാഗത്ത് നടക്കം ഉണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം തിരക്ക് ഒന്ന് അല്പം കുറഞ്ഞപ്പോൾ ആ തിരക്ക് പരിഗണിച്ച് യാത്ര മാറ്റിവെച്ച പലരും യാത്ര പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിലും വീണ്ടും തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ക്യൂ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അമ്പേ പരാജയം എന്നുള്ളത് തന്നെയാണ്. കാരണം ആളുകൾ എത്തി തുടങ്ങിക്കഴിഞ്ഞാൽ ശബരിമലയിലെ ഈ ശബരിമലയിലേക്കുള്ള പാതയിലുള്ള ഗതാഗതമടക്കം സ്തംഭിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. പൂർണ്ണമായും അതൊരു മാനേജ്മെൻറ്റിൻ്റെ, അതായത് ഒരു ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പരാജയം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. രോഹിണി. ശരി.